താമരശ്ശേരി ഷഹബാസ് വധക്കേസിൽ കുറ്റാരോപിതരായ വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷ തള്ളി. 6 വിദ്യാർത്ഥികൾക്കും ജാമ്യമില്ല. ജാമ്യം നൽകിയാൽ വിദ്യാർത്ഥികൾക്ക് സുരക്ഷാ ഭീഷണിയുണ്ടാകുമെന്ന് ഹൈക്കോടതി വിലയിരുത്തി. ഷബ്ന സിയാൽ ചേരുന്നു വിവരങ്ങളുമായി. ഷബ്ന, ഇങ്ങനെ സുരക്ഷാ ഭീഷണിയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് വലിയ പ്രത്യേകത എന്ന് തോന്നുന്നു. എന്തൊക്കെയാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ലക്ഷ്മി, താമരശ്ശേരിയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഭവം ഗൗരവമാണ് എന്ന് കോടതി കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയതാണ്. ഈ കേസിലെ പ്രതികളും സഹപാഠികളുമായ വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷ ഇപ്പോൾ കോടതി തള്ളുകയും ചെയ്തിട്ടുണ്ട്. ജാമ്യം നൽകിയാൽ വിദ്യാർത്ഥികൾക്ക് സുരക്ഷാ ഭീഷണി ഉണ്ടാകും എന്നാണ് കോടതി വിലയിരുത്തിയത്. അതോടൊപ്പം തന്നെ ജാമ്യം എല്ലാ ഘട്ടത്തിലും അവകാശമല്ല എന്നും ഹൈക്കോടതി പറയുന്നു. ജാമ്യം നൽകിയ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകും, കുട്ടികളുടെ ജീവന് ഭീഷണിയാണ് എന്നും കോടതി വിലയിരുത്തിയാണ് ഈ ജാമ്യാപേക്ഷ തള്ളിയിട്ടുള്ളത്. ജാമ്യം അനുവദിക്കുന്നതിനെ എതിർത്ത് ഷഹബാസിന്റെ പിതാവ് മുഹമ്മദ് ഇക്ബാൽ കക്ഷിയേറുകയും ചെയ്തിരുന്നു. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ചതിനെ തുടർന്നാണ് പ്രതികളായ വിദ്യാർത്ഥികൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. കുട്ടികളായ ഹർജിക്കാർ ആഴ്ചകളായി കസ്റ്റഡിയിലാണെന്നും ജാമ്യം അനുവദിക്കണം എന്നതുമായിരുന്നു ഈ പ്രതിഭാഗത്തിന്റെ ആവശ്യം. എന്നാൽ ഹർജിക്കാർ തടങ്കലിലല്ലെന്നും കോഴിക്കോട് ജുവനൈൽ ഹോമിലാണ് പാർപ്പിച്ചിട്ടുള്ളതെന്നും സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഹർജിയിൽ ഈ കേസുകളടക്കം പരിശോധിച്ചാണ് കോടതി ഇപ്പോൾ ഇത്തരം ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. ഏതായാലും കുട്ടികളെ ജാമ്യത്തിൽ വിട്ടയക്കുന്നത് അവരുടെ തന്നെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്ന് കോടതി കണ്ടെത്തുകയും ജാമ്യം ഈ ഘട്ടത്തിൽ അനുവദിക്കാൻ പറ്റില്ല എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തു. ഷബ്ന സിയാദാണ് ലീഗൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. താമരശ്ശേരി ഷഹബാസ് വധക്കേസിൽ 6 വിദ്യാർത്ഥികൾക്ക് ജാമ്യമില്ല. ജാമ്യം ലഭിച്ച വിദ്യാർത്ഥികൾ പുറത്തേക്കിറങ്ങിയാൽ അവർക്ക് സുരക്ഷാ ഭീഷണിയുണ്ട് എന്നാണ് ഹൈക്കോടതി വിലയിരുത്തിയിരിക്കുന്നത്. എല്ലാ കേസുകളിലും ജാമ്യം അങ്ങനെ ഒരു സ്വാഭാവികമായും കിട്ടിക്കൊള്ളണമില്ല എന്നും ഹൈക്കോടതി പരാമർശം നടത്തിയിട്ടുണ്ട്.